നിങ്ങളൊരു വെപ്പുകാരനായിട്ട് മാറാം. നിങ്ങളെ പുരക്കാരനായിട്ട് നിന്ന് നമ്മളെ പരിപാടി വന്നിരുന്നു. അപ്പൊ ദിവാകരേട്ടാ, വെപ്പിന്റെ കാര്യം എനിക്കൊന്നും അറിയില്ല. എന്താ വേണ്ടി ചങ്ങളെ ചെയ്തോളാം. വെപ്പിന്റെ കാര്യം എന്ന് പറഞ്ഞാല് ഞാനൊരു വലിയ വമ്പത്തരം പറയല്ല. ഞാൻ ഏറ്റെടുത്തോളമുള്ള വെപ്പെല്ലാം ഞാൻ വൃത്തിയാക്കി കൊടുക്കും. പിന്നെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ പറയുന്ന സാധനങ്ങൾ അതിലൊരു പിഷ്കത്തരം കാണിക്കരുത്. അതിലുണ്ടല്ലോ നമ്മളൊരു പിഷ്കത്തരം കാണിക്കുന്നത്, അതുണ്ടാവരുത്. ദിവാകരന് എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ പൊന്തിച്ച് പറയല്ല. ഞാൻ നാട്ടിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇപ്പം ഇവിടെ നാട്ടിലൊക്കെ ചോദിച്ചാൽ അറിയാം ദിവാകരൻ്റെ വെപ്പിനെ കുറിച്ച്. ഞാൻ മാത്രമല്ല, എൻ്റെ അച്ഛൻ വലിയ പേര് കേട്ട വെപ്പ് തന്നെ. നാട് അച്ഛൻ വെക്കാത്ത ഒരൊറ്റ പൊര ഉണ്ടാവില്ല. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു പാരമ്പര്യം എനിക്ക് കിട്ടാണ്ട് പോലല്ലോ. അപ്പം അതുള്ളത് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് വൃത്തിക്ക്. പിന്നെ ഈ ഒരു കാര്യത്തിലാണ് നിങ്ങളെ ശ്രദ്ധിക്കേണ്ടത്. കാരണം സാധനത്തിൽ നിങ്ങൾ ഒരു പിഷ്കത്തരം കാണിക്കരുത്. ഇയാളെ വീടല് കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇയാളെ ഏൽപ്പിക്കാണ്ടിരിക്കുന്നതായിരിക്കും നന്നാവുകയെന്ന് എനിക്ക് തോന്നുന്നു. അതിന് പണിയുണ്ട്. ആ ബാബു, ഞാനാ. നമ്മക്കേ കല്യാണത്തിന് നമ്മളെ വെപ്പിന് നമുക്ക് നമ്മളെ നമ്പൂരിനെ തന്നെ ഏൽപ്പിക്കാം. നമ്മളെ പഴയ നമ്പൂരി മൂപ്പനാവുമ്പോൾ അത് വേണ്ട രീതിയിൽ ഭംഗിയാക്കിയ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യും. നമ്മൾ ആദ്യമായിട്ട് ഒരു കല്യാണം കഴിക്കുന്നത്. നാളെ പിറ്റേന്ന് നമ്മളെ അതിൻ്റെ ഒരു പേരിൽ ഒരു ചീത്തപ്പേര് നമുക്ക് ഉണ്ടാകുകയില്ല. എന്താ എൻ്റെ അഭിപ്രായം? എന്നാ പിന്നെ മൂപ്പര അങ്ങി ഒന്ന് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കണേ. എന്നാ ദിവാകരേട്ടാ, ഞാനായിട്ട് ഇറങ്ങട്ടെ കേട്ടോ. ഇപ്പോൾ ഒഴിവുണ്ടെങ്കിൽ കല്യാണത്തിനൊക്കെ ഒന്നാട്ട് വരി.